പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഈ പ്രായത്തിൽ ഇങ്ങനെയൊരു വയ്യാവേല വേണ്ടി വന്നതിൽ ദുഃഖമാണുള്ളത്. അത് വേണ്ടതുപോലെ നിർവഹിക്കാൻ പറ്റുന്നതല്ല നമ്മളിവിടെ സംഘടിപ്പിച്ച ഈ പരിപാടിയുടെ സ്വഭാവം എന്നതും സന്തോഷകരമല്ല. അത്രയേ ഇങ്ങനെ ഒരു പരിപാടിയിൽ സാധ്യമാവുകയുള്ളൂ എന്നത് സമയത്തിൻ്റെയും പ്രാസംഗികന്മാരുടെയും ഭാരവാഹികളുടെയും ഒരു നിർബന്ധിതാവസ്ഥയാണ്. ചെയ്യണം, വേണം എന്ന് വെക്കുമ്പോൾ കാര്യങ്ങൾ വ്യവസ്ഥാപിതമായും കാര്യകാരണസഹിതവും നല്ല സമയമെടുത്തുകൊണ്ട് ഒരു ദിവസം സാധ്യമാകുന്നില്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾ പ്രഭാഷണ പരമ്പരകളിലൂടെ വ്യക്തമായി വിശദീകരിക്കപ്പെടുക എന്നതാണ് വിഷയത്തോടും ശ്രോതാക്കളോടും ചെയ്യാവുന്ന സാധ്യമാകാവുന്ന നീതി. ഇതൊരു സാമ്പിൾ എന്ന് മാത്രമേ ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യത്തിൻ്റെ പ്രശ്നം ഒഴിച്ചു നിർത്തിയാൽ ഇങ്ങനെ ഒരു പരിമിതമായ സമയത്ത് അവതരിപ്പിക്കാൻ കഴിയുന്നതല്ല എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ. ആ പരിമിതിയോടുകൂടി മാത്രമേ ഏതാനും സംഗതികൾ ഞാൻ പറയുകയുള്ളൂ. ചിലപ്പോൾ പറയുന്ന ശൈലിയിൽ അപാകത വരാം, തമാശകൾ വന്നേക്കാം. ഒരു പ്രസംഗ ശൈലി വരികയാണെങ്കിൽ അപ്പോഴും മനസ്സ് ഉള്ളാലെ ദുഃഖിതമാണ്. കാരണം ഞാൻ ഒരു മുജാഹിദായി ജീവിച്ചു വളർന്ന ആളാണ്. ശക്തമായ വേരുകളുള്ള ഒരു സുന്നി പാരമ്പര്യം എനിക്കുണ്ടെങ്കിലും പ്രായം, പഠനത്തെക്കുറിച്ച് ബോധം വന്ന പ്രായം മുതൽ ഞാൻ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപനങ്ങളിൽ പഠിച്ചു വളർന്ന അക്കാലത്തെ സാമാന്യം ധീരനായ ഒരു മുജാഹിദ് തന്നെയാണ്. ധീരമുജാഹിദ് എന്ന് വിശേഷിപ്പിക്കാവുന്ന മുജാഹിദുകളിൽപ്പെട്ട ഒരാളാണ്. മൺമറഞ്ഞുപോയ മുജാഹിദ് പ്രസ്ഥാനത്തിലെ മഹാനുഭാവരായ കേരളത്തിലെ പണ്ഡിത നേതാക്കളിൽ പലരും, മിക്ക പേരും എൻ്റെ ഉസ്താദുമാരാണെന്ന് പറയുന്നത് ഞാനൊരു മഹത്വമായും ഭാഗ്യമായും കരുതുന്ന ആളാണ്. അങ്ങനെ ദീർഘകാലം ഒന്നിച്ച് ജീവിച്ചു. ഞാൻ ജമാഅത്തെ ഇസ്ലാമിയിൽ വന്ന ശേഷവും തമാശകളും വിമർശങ്ങളുമൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നുവെങ്കിലും സഹപ്രവർത്തകരായി പ്രവർത്തിച്ച ഒരിടവേള ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു ഘട്ടമാണ് ഇസ്ലാമിനെ പരിചയപ്പെടുത്തൽ പരിപാടി എന്ന ഒരു പരിപാടി. കേരളത്തിലെ തലയെടുപ്പുള്ള മുജാഹിദ് പണ്ഡിതന്മാരും ജമാഅത്തെ ഇസ്ലാമിയിലെ പണ്ഡിതന്മാരും പ്രാസംഗികന്മാരും ഒരു സ്റ്റേജിൽ, ഒരേ സ്റ്റേജിൽ ഒത്തുചേർന്നുകൊണ്ട് പൊതുവായി ഇസ്ലാമിനെ സമൂഹത്തിന് പരിചയപ്പെടുത്തുക എന്നതായിരുന്നു ആ പരിപാടിയുടെ സ്വഭാവം. മർഹൂം KC അബ്ദുള്ള മൗലവി, മർഹൂം KP മുഹമ്മദ് മൗലവി, മുജാഹിദിൻ്റെ സെക്രട്ടറി ജനറലായിരുന്ന KP മുഹമ്മദ് മൗലവി, അതുപോലെ തന്നെ ലീഗിനെയല്ല മുജാഹിദിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് AV അബ്ദുറഹിമാൻ ഹാജി,
ടി.കെ. അബ്ദുള്ള എന്ന ഞാൻ, ഞങ്ങളൊക്കെ കോഴിക്കോട് ഉൾപ്പെടെയുള്ള കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും പൊതുവായി ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന തരത്തിൽ സ്റ്റേജ് പങ്കിട്ടിട്ടുള്ളവരാണ്. എൻ്റെ വകയിലെ ജ്യേഷ്ഠൻ മർഹൂം കെ ജമാലുദ്ദീൻ മൗലവി തമാശ പറഞ്ഞുകൊണ്ട് ജമാഅത്തിനെ വിമർശിച്ചുകൊണ്ട് എന്നാൽ ദീർഘകാലം സഹപ്രവർത്തകരെ പോലെ കഴിഞ്ഞു വന്നിട്ടുള്ള ആളുകളാണ്. ഇങ്ങനെയൊക്കെയുള്ള പശ്ചാത്തലം ഉണ്ടായിരിക്കെ അതേ സുഹൃത്തുക്കളെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ പറയേണ്ടി വരുന്നത് എന്നെ സംബന്ധിച്ച് ഉള്ളാലെ സന്തോഷകരമല്ല, നിർഭാഗ്യവശാൽ സംഭവിക്കേണ്ടി വരികയാണ്. ഇപ്പോഴെന്താണ് പ്രത്യേകിച്ച് ഒരു പ്രകോപനം എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു ചെറിയ വിശദീകരണം ദാവൂദ് നൽകിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ ഒരു മുന്നണി ഉണ്ടായിരിക്കുന്നുവത്രേ. സമകാലിക സംഭവ വികാസങ്ങളുടെ സൂക്ഷ്മ വിശദാംശങ്ങളൊന്നും നേർക്കുനേരെ അറിയുന്ന പ്രായത്തിലും പരുവത്തിലുമല്ല ഞാൻ എന്ന് സമ്മതിക്കുന്നു. എങ്കിലും കേട്ടറിവ് പ്രകാരം അതൊരു ഖാദിയാനി ശൈലിയിലാണ് പത്രങ്ങളിൽ വന്നിട്ടുള്ളത്. അവർ ഒരു കേസും ജമാഅത്തെ ഇസ്ലാമിക്കെതിരിൽ അതിനെ നിരോധിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ആ കേസ് കൊടുത്ത അതേ വ്യക്തി തന്നെ കേരള ശബ്ദം എന്ന പത്രത്തിൽ അതിനെ വിശദീകരിച്ചും ന്യായീകരിച്ചും ഒരു കുറിപ്പ് ലേഖനവും പ്രസിദ്ധീകരിച്ചു എന്നാണ് അറിയുന്നത്. അത് ഞാൻ ഒരു വേള കണ്ടിട്ടുമുണ്ട്. അതിൽ അവകാശപ്പെടുന്നു ഖാദിയാനി പ്രസ്ഥാനം, അഹമ്മദിയ പ്രസ്ഥാനം, മുസ്ലിം ലീഗ് മുതലായ മുഖ്യധാര പ്രസ്ഥാനം എന്ന് എഴുതിക്കളഞ്ഞോ എന്നെനിക്കൊരു ഓർമ്മ തെറ്റുണ്ട്. പക്ഷെ നല്ല ധാരണയില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അതുപോലെ മുജാഹിദ് പ്രസ്ഥാനം, പിന്നെ സാംസ്കാരിക നേതാക്കന്മാരായ സമുദായത്തിലെ ഹമീദ് ചേന്ദമംഗല്ലൂർ, NM കാരശ്ശേരി, ഇങ്ങനെയുള്ള ഞങ്ങളൊക്കെ ഒത്തുചേർന്നുകൊണ്ട് ഒരു കൂട്ടുമുന്നണി ഉണ്ടാക്കിയിരിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയെ ഒരു പരുവത്തിലാക്കിയേ ഞങ്ങൾ അടങ്ങുകയുള്ളൂ. ഇങ്ങനെയാണ് ഈ കേസ് കൊടുത്ത ആള് പത്രത്തിൽ അച്ചടിച്ചിരിക്കുന്നത്. പറഞ്ഞു കേൾക്കുന്നത് ഇന്നോളം ഇതിൻ്റെ ഒരു നിഷേധം ഈ ബന്ധപ്പെട്ട കക്ഷികൾ, വ്യക്തികളോ സംഘടനകളോ ഔദ്യോഗികമായി എവിടെയെങ്കിലും പ്രസിദ്ധീകരിച്ച് കാണുന്നില്ല എന്നാണ്. ഉണ്ടെങ്കിൽ ആരെങ്കിലും അത് ബോധ്യപ്പെടുത്തിയാൽ എൻ്റെ പ്രസംഗത്തിൻ്റെ ട്യൂൺ ഞാൻ ഉടനെ മറ്റൊരു തരത്തിൽ മാറ്റും. എൻ്റെ അറിവിൽപ്പെട്ടിട്ടില്ല. അപ്പോൾ ഒരു മാസമോ മറ്റോ ഇത് കഴിഞ്ഞിരിക്കുന്നു. ഈ ദീർഘമായ ഒരു കാലയളവ് നിഷേധിക്കാൻ മാത്രം പര്യാപ്തമാണ്. എന്ന് മാത്രമല്ല, ദാവൂദ് അല്പമൊക്കെ ഞാൻ ഇഷ്ടപ്പെടാത്ത ശൈലിയൊക്കെ അതിൽ വന്നിട്ടുണ്ട് ചെറുപ്പക്കാരാകുമ്പോൾ. അങ്ങനത്തെയുള്ള ഒരു ശൈലിയിലൊക്കെ സാമാന്യം ഇത് ഉദ്ധരിച്ചുകൊണ്ട് എല്ലാവർക്കും വായിക്കാൻ കഴിയുന്ന മാധ്യമം ദിനപത്രത്തെ ഒരു ലേഖനം എഴുതി. പിന്നെ ആ കുറിപ്പുകളുടെ ഒരു ഉദ്ധരണി പ്രബോധനത്തിൽ തന്നെ അദ്ദേഹം ചേർത്തു. പക്ഷെ അർത്ഥഗർഭമായ ഒരു മൗനമാണ്, ഘനഗംഭീരമായ ഒരു മൗനമാണ് മറുഭാഗത്തു നിന്ന് ഉള്ള പ്രതികരണം. ഇത് ബോധപൂർവമാണോ? എന്തെങ്കിലും ഒരു തുരുമ്പ് കിട്ടുമ്പോൾ അത് വെച്ച് കാച്ചുന്ന പ്രസ്ഥാനങ്ങൾ എന്താണ് അർത്ഥം ഗർഭമാകുന്ന ഈ മൗനഭീകരത കൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതാണ് പുതിയ ഒരു സംഭവ വികാസം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഈ പരിപാടി ഈ രൂപത്തിൽ വരുവാൻ കാരണം. ഒന്നാമതായി
ഈ കേസ് കൊടുക്കുകയും പങ്കെടുക്കുകയും ചെയ്തു എന്ന് പറയുന്ന കക്ഷികൾ നിഷേധിക്കാത്തത് കൊണ്ടാണ് കൂട്ടി ഞാൻ കൈകാര്യം ചെയ്യുക. എന്താണ് ഇതിൻ്റെ ഘടനാപരമായ സവിശേഷത? ഇത് മുസ്ലിങ്ങളുടെ മാത്രം സംഘടനയാണോ? അതല്ല ഇസ്ലാമിന് പുറത്തുള്ളവരും ഈ ഘടനയിൽ ഉൾച്ചേർന്നിട്ടുണ്ടോ? ഇസ്ലാമിന് പുറത്തുള്ളവരുണ്ടെങ്കിൽ ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയോട് വിയോജിപ്പുള്ള പല അമുസ്ലിം സാംസ്കാരിക വ്യക്തിത്വങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ അറിയപ്പെടുന്ന ആരെയും ഇതിൽ കാണുന്നില്ല. മുസ്ലിം നാമധാരികൾ മാത്രമേ ഇതിലുള്ളൂ. അതിൽ ഖാദിയാനികൾ ഉണ്ടെന്നാണ് ലേഖകൻ പറയുന്നത്. ഞാൻ വല്ലാഹു അലം മാവിലായിക്കാരൻ. അപ്പോൾ ഒരു ചോദ്യം ഉത്ഭവിക്കുന്നു, ഇത് ആരുടെ സംഘടനയാണ്? മുസ്ലിങ്ങളുടെ മാത്രം സംഘടനയാണോ? എങ്കിൽ ഖാദിയാനികളെ മുസ്ലിങ്ങളായി അംഗീകരിച്ചുകൊണ്ടാണോ മുസ്ലിം ലീഗ് മുതൽ നദ്വത്തുൽ മുജാഹിദീൻ വരെയുള്ള പ്രസ്ഥാനങ്ങൾ ഈ ഒരു പരിപാടിയുമായി മുന്നോട്ട് നീങ്ങുന്നത്? നമുക്ക് ബേജാറൊന്നുമില്ല. ഇനിയിപ്പോൾ അതും കൂടി വന്നിട്ടാണ് ഇപ്പോൾ ഇവിടെ ആകെ മുങ്ങുന്നത്. അങ്ങനെയൊന്നുമല്ല, എന്താണ് നിലപാട് എന്ന് അന്വേഷിക്കുക. അപ്പം ഖാദിയാനിസത്തെ സംബന്ധിച്ച് ഇത് മുസ്ലിം സംഘടനകളുടെ ഒരു വേദിയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകൾ ഒരു നിലപാട് വിശദീകരിക്കേണ്ടതായിട്ടുണ്ട്. അതല്ല, ഇത് പൊതുവേദി ആണെങ്കിൽ പൊതുവേദിയുടെ ഒരു സ്വഭാവം ഇതിൽ ഉണ്ടാകേണ്ടതുണ്ട്. ഇനി ഉണ്ടാക്കിയാലും മതി, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കാനും നിരോധിക്കാനും ഒക്കെ ഇവിടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കാനൊക്കെ ആർക്കും അവകാശമില്ലേ. അങ്ങനെ കുറച്ച് അമുസ്ലിം സുഹൃത്തുക്കൾ കൂടി പങ്കെടുത്താലൊന്നും പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്താണ് ഇതിൻ്റെ ഘടനാപരമായ രാസക്രിയ എന്ന ഒരു മനസ്സിലാകായിക എനിക്കുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ പങ്കെടുത്ത വളരെ സജീവമായി ജമാഅത്തെ ഇസ്ലാമിയെ നിരന്തരം എതിർത്തുകൊണ്ടിരിക്കുന്ന ഒന്നും രണ്ടും നമ്പറുകാരായ ചില മഹാരഥന്മാരിതിലുണ്ട്. അവരുടെ നിലപാട് കൂടി വെച്ചുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, ഈ ഘടനയുടെ കാഴ്ചപ്പാട് ഇസ്ലാമികമാണോ അതല്ല രാഷ്ട്രീയ ദേശീയമാണോ? രണ്ടുമാവാം. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ ജമാഅത്തെ ഇസ്ലാമി അപകടം പിടിച്ച ഒരു പ്രസ്ഥാനമാണ്, ആയിക്കൂടായില്ലല്ലോ. അതുകൊണ്ട് ഇസ്ലാമികമായിട്ട് അതിനെ നേരിടാൻ ഞങ്ങൾ ഒത്തുചേർന്നിരിക്കുന്നു. ആണെങ്കിൽ ഖാദിയാനിയും ഞാൻ മേൽ സൂചിപ്പിച്ച പേരെടുത്ത് ഇവിടെ പറഞ്ഞത് ഇനി പറയാൻ ഒരുപക്ഷെ സാധ്യതയുണ്ട്. ആ രണ്ട് വ്യക്തികളും ഇസ്ലാമിനെ വെച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കുവാൻ കൂട്ടുപിടിക്കാൻ പറ്റുന്ന വ്യക്തിത്വങ്ങൾ തന്നെയാണോ? ഇതാണ് വിശദീകരിക്കപ്പെടേണ്ടുന്ന ഒരു വശം. അതല്ല, ഇസ്ലാമിൻ്റെ രക്ഷയൊന്നുമല്ല ഞങ്ങളിപ്പോൾ ഇതിൽ ഉദ്ദേശിച്ചത്, ദേശത്തിൻ്റെ രക്ഷയാണ്. ദേശത്തിൻ്റെ രക്ഷയാണെങ്കിൽ എല്ലാവരെയും കൂട്ടുപിടിക്കാമല്ലോ. മുസ്ലിങ്ങൾ മാത്രം ഈ ദേശത്തെ അങ്ങ് രക്ഷിച്ചു കളയണോ? ഈ അവ്യക്തത ഈ ഘടനയിൽ നിലനിൽക്കുന്നു. ഇനി ഞാൻ ഒരു നിലപാട് വരാം, ഇസ്ലാമിനെ രക്ഷിക്കാനും ദേശത്തെ രക്ഷിക്കാനുമാണ്. എങ്കിൽ അതിനാണ് മതരാഷ്ട്രീയം എന്ന് പറയുന്നത്. ഒരു വശത്ത് മതത്തെ രക്ഷിക്കുന്നു, മറുവശത്ത് രാഷ്ട്രീയത്തിൽ ഇടപെട്ടുകൊണ്ട് രാഷ്ട്രത്തിൻ്റെ കാര്യവും കൈകാര്യം ചെയ്യും. അത് ശുദ്ധമായ നല്ലതായ മതരാഷ്ട്രീയമാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടെ വരൂ മതരാഷ്ട്രീയത്തിലേക്ക്, കുഴപ്പമൊന്നുമില്ല.